ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, പരിശുദ്ധ സഭ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തിക്കോസ്തി വരെയുള്ള 10 ദിവസക്കാലം കാത്തിരിപ്പിന്റെ ദിനങ്ങളായിട്ട് ആചരിക്കുകയാണല്ലോ. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പ്രാപിപ്പാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന നാളുകളാണ്. ഒരിക്കൽ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപിൽ വിശുദ്ധ സ്ലീവായുടെയും ഏവങ്കേലിയോന്റെയും പരിശുദ്ധ കുർബാനയുടെ ഒക്കെ മുൻപിൽ വെച്ച് പുരോഹിതനാൽ നമ്മളെല്ലാവരും സ്വീകരിച്ചതാണ് ഈ പരിശുദ്ധാത്മാവിനെ. അന്ന് സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ അന്നു മുതലേ ഉണ്ട്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് എന്തു പറഞ്ഞു തരുന്നത്? നന്മതിന്മകളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും തെറ്റായ വഴികളിലൂടെയും തെറ്റായ മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും, നീ പോകുന്ന വഴി ശരിയല്ല. നീ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ അതിനെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22 നമ്മളോട് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ദയവിനെക്കുറിച്ചും മനസാക്ഷിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 10 ദിവസം 10 പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അമേരിക്കയിലുള്ള സുറിയാനി സഭയുടെ മാത്രമല്ല, ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ വിശ്വാസികളുടെ ഉള്ളിലും ഓരോ ദിവസവും ഓരോ ചിന്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് നന്മയെക്കുറിച്ചാണ്. എല്ലാ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെയും കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒന്നാണ് നന്മ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ആ മനുഷ്യനിൽ നന്മയുണ്ടാകണം. ഒരു മനുഷ്യനിൽ ദയവുണ്ടാകണമെങ്കിൽ ആ മനുഷ്യനിൽ നന്മയുണ്ടാകണം. പഴയ നിയമത്തിൽ 10 കൽപ്പനകൾ മോശയ്ക്ക് സർവശക്തനായ ദൈവം നൽകിയെങ്കിൽ പുതിയ നിയമത്തിൽ 10 കൽപ്പനകളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഏകപുത്രൻ നമുക്ക് നൽകുന്ന ഒരു കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹമുള്ളവരായിരിക്കണം. അപ്പൊ ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചും ദൈവനെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ പ്രസംഗിക്കുന്ന, അത് പഠിപ്പിച്ച, അത് പറഞ്ഞു തന്ന, അത് ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു ക്രിസ്തുവിന്റെ അനുയായികളായി നമ്മൾ ജീവിക്കുക. ഈ ക്രിസ്തുവിന്റെ അനുയായികളായി നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൽ, കാണിച്ചു തന്ന പാതയിലൂടെ കടന്നു പോകുന്നു എന്നതൊഴിച്ചാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ എന്തായിത്തീരുന്നത്? ക്രിസ്തുവിൽ ഐക്യപ്പെട്ടവരായിത്തീരുന്നു, ക്രിസ്തുവിന്റെ മുഖമുള്ളവരായിത്തീരുന്നു, ക്രിസ്തുവിന്റെ രൂപമുള്ളവരായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ ഛായയുമുള്ളവരാണെന്ന് മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ആ ക്രിസ്തു ചെയ്ത മാതൃക കാണിക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ എന്തുള്ളൂ? ഈ ക്രിസ്തുവിന്റെ മുഖമുള്ളവരായിത്തീരുന്നു. അപ്പൊ ക്രിസ്തു കാണിച്ച മാതൃക എന്ന് പറയുന്നത് മനുഷ്യരോട് അനുകമ്പയുള്ള ആളാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമുക്ക് കാണിച്ചത്. മനുഷ്യനെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കാണാൻ സാധിക്കുന്നു. അന്ധനെ കാഴ്ച കൊടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കാണാൻ സാധിക്കുന്നു. കേൾവിയില്ലാത്തവന് കേൾവി ശക്തി കൊടുക്കുന്നു, കിടന്നവനെ എഴുന്നേറ്റ് നടക്കുന്നു, അങ്ങനെ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എത്രയോ അത്ഭുതങ്ങളും അല്ലെങ്കിൽ എത്രയോ കർത്താവ് നമ്മളോട് കാണിക്കുന്ന, മനുഷ്യരോട് കാണിക്കുന്ന ദൈവനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം ഈ ദയയും ഈ കരുണയും ഒക്കെ ഈ മനുഷ്യരോട് കാണിച്ചത്? ഉള്ളിലുള്ളതേ പുറത്തു വരികയുള്ളൂ എന്ന് നമ്മളോട് വചനം പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം
6-ാമത്തെ അധ്യായം 43 മുതൽ 45 വരെയുള്ള വചനം ഇങ്ങനെ പറയുന്നുണ്ട്: നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും പുറപ്പെടുവിക്കില്ല. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ല. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് തന്നെ അറിയാം. ഈ പ്രസംഗം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തിയും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ഞാൻ ആരാണ്, നമ്മൾ ഓരോരുത്തരും ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണ്? ഞാൻ നന്മ ചെയ്യുന്നവനാണോ? ഞാൻ തിന്മ ചെയ്യുന്നവനാണോ? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ലോകത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? സഭയ്ക്ക് ഉപകാരമുള്ള ചെയ്യുന്ന ആളാണോ? സമൂഹത്തിന്, കുടുംബത്തിന്, ഓരോ വ്യക്തികൾക്കും ഞാൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അവനവന് സ്വന്തമായി അറിയാം. ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ അത് നല്ലതാണോ ചീത്തയാണോ? ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഫലങ്ങളെ, അതിലൊരു ഫലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, നന്മ എന്ന ഫലത്തെക്കുറിച്ച്. ഈ നന്മ പുറപ്പെടുവിക്കാൻ ശേഷിയുള്ളവരാണോ നമ്മൾ എന്ന് നമ്മൾ സ്വയമേ എന്ന് ചിന്തിക്കണം. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുരുവിനോട് ശിഷ്യൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, ചില സമയങ്ങളിൽ നല്ല മനുഷ്യരും അമിതമായി ദേഷ്യപ്പെടുന്നു, അമിതമായി കോപിക്കുന്നവരുണ്ടല്ലോ, എന്താണ് അതിന്റെ കാരണമെന്ന് ആ ഗുരു ആ ശിഷ്യന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു. നിന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിലെ വെള്ളം നിന്റെ ശരീരത്തിൽ ആരെങ്കിലും വന്ന് മുട്ടുകയോ നിന്റെ കയ്യിൽ പിടിച്ച് കുലുക്കുകയോ ചെയ്യുമ്പോൾ ആ വെള്ളം താഴെ വീഴുന്നു, എന്താണ് അതിന്റെ കാരണം? ആ ശിഷ്യൻ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം പറഞ്ഞു. മറ്റൊരു അപരനായിരിക്കുന്ന വ്യക്തി വന്ന് എൻ്റെ കയ്യിൽ തട്ടുന്നത് കൊണ്ടും എൻ്റെ ശരീരത്തിൽ മുട്ടുന്നത് കൊണ്ടുമാണ് എൻ്റെ കയ്യിലുള്ള പാത്രത്തിലെ വെള്ളം താഴെ വീഴുന്നത്. ആ ഗുരു അതിന് മറുപടി പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നിന്റെ കയ്യിൽ ഒരു മനുഷ്യൻ വന്ന് തട്ടുന്നത് കൊണ്ടല്ല, നിന്റെ കയ്യിലുള്ള പാത്രത്തിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ആ വെള്ളം പുറത്തു പോയത്. എന്താണോ നിന്റെ കയ്യിലുള്ളത് അതാണ് നിന്റെ കയ്യിൽ നിന്ന് പുറത്തു പോയത്. നിന്റെ കയ്യിൽ പാലാണെങ്കിൽ ആ പാല്, നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തു പോകുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മളൊക്കെ ഉള്ളിലുള്ളതിനെ പുറത്ത് പലപ്പോഴും കാണിക്കാറില്ല. നമ്മുടെ ഉള്ളിലുള്ളത് എപ്പോഴും ഉള്ളിൽ തന്നെ ഇരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരും. അത് എപ്പോഴാണെന്ന് നമുക്ക് ബോധ്യമില്ല. അത് ദൈവമാണ് അതിനെ, നമ്മുടെ ഉള്ളിലുള്ളതിനെ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ പുറത്ത് ചാടുമ്പോൾ ലോകം അത് നോക്കിയിരിക്കുക, ലോകത്തിലുള്ള മനുഷ്യർ അതിനെ കണ്ടിരിക്കുക. അതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും നന്മയെ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നന്മയെ പുറപ്പെടുവിക്കാൻ സാധിക്കുള്ളൂ. ഉള്ളിൽ തിന്മയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ തിന്മയെ പുറപ്പെടുവിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 43 മുതൽ 45 വരെയുള്ള വചനം പറയുന്നത് ഇതാണല്ലോ. എന്താണോ ഫലമുള്ളത്, നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടും, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലമാണ് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ആ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, നല്ല മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, നന്മ ചെയ്യുവാൻ ഉള്ളിലുള്ളതേ പുറത്തു വരികയുള്ളൂ. ഉള്ളിൽ എപ്പോഴും നല്ലതിനെ സൂക്ഷിക്കാൻ, ചീത്തയെ എടുത്തു കളയുവാനുമുള്ള ആ പരിശുദ്ധാത്മാവിനെ, ആ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഉള്ളിൽ എപ്പോഴും നല്ലതുണ്ടെങ്കിൽ നല്ലത് പുറപ്പെടുവിക്കും. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് അതിനുള്ള നന്മയും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവം തമ്പുരാനെ, ഈ വചനം കേൾക്കുകയും ഈ വചനം ധ്യാനിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കൊക്കെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നൽകണമേ. ഉള്ളിൽ നന്മയെ സൂക്ഷിക്കാനും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനും സാധിക്കുന്ന മനുഷ്യരായി, ഉള്ളിലുള്ളതിനെ പുറത്തു വരും,
ഉള്ളിൽ എന്തുണ്ടെങ്കിലും അത് പുറത്തു വരുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഉള്ളിൽ സൂക്ഷിക്കുന്നത്, മനസ്സിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതിനെ സൂക്ഷിക്കാനും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനും മനുഷ്യർക്ക് നന്മ ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നന്മ പ്രവർത്തിക്കുവാനും നല്ല മാർഗത്തിൽ ജീവിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കാനും നല്ല വ്യക്തിത്വത്തിനുടമയായി ജീവിക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തിയും ആ ദാനവും ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമേരിക്കയിലുള്ള സുറിയാനി സഭയുടെ മക്കൾക്കും എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശ്വാസം